ഇന്ന് നമ്മളൊരു പച്ചടിയുടെ റെസിപ്പിയാണ് കേട്ടോ ചെയ്യുന്നത്. മധുര പച്ചടി. നമ്മുടെ സദ്യയുടെ ഒക്കെ ഒരു സ്പെഷ്യൽ വിഭവമാണല്ലോ മധുര പച്ചടി. നമ്മുടെ ഒരു കൈതച്ചക്ക പച്ചടിയാണ് നമ്മൾ സാധാരണയായിട്ട് മധുര പച്ചടി ഉണ്ടാക്കുന്നത്. ഇന്ന് കൈതച്ചക്കയല്ല ഇൻഗ്രീഡിയൻറ്റ് കേട്ടോ, വേറെ ഒരു ഐറ്റം കൊണ്ടാണ് നമ്മളിന്ന് മധുര പച്ചടി ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹോപ്പ് യു ഓൾ ഫൈൻ ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ്. നമ്മൾ ഈ മധുര പച്ചടി ഉണ്ടാക്കാനായിട്ട് എടുത്തിരിക്കുന്നത് ഒരു ഏത്തയ്ക്ക, ഒരു പഴുത്ത ഏത്തയ്ക്കയാണ്. അതിൻ്റെ കൂടെ നമുക്ക് വേണ്ടുന്ന സാധനങ്ങൾ എന്ന് പറയുന്നത് 1/2 കപ്പ് തേങ്ങ ചിരകിയത്, 5-6 ചുവന്നുള്ളി, 1/2 ടീസ്പൂൺ ജീരകം, 1/2 ടീസ്പൂൺ കടുക് പരിപ്പ്. കടുകായാലും മതി കേട്ടോ, പരിപ്പില്ലെങ്കിൽ കടുകായാലും മതി. കുറച്ച് കറിവേപ്പില, 2 പച്ചമുളക്, ഒരു 3 വറ്റൽമുളക്. നമുക്ക് ആദ്യം ഈ ഏത്തയ്ക്ക ഒന്ന് വേവിച്ചെടുക്കണം. അതിനുവേണ്ടി ഒരു പാനിലേക്ക് നമ്മൾ ഏത്തയ്ക്ക ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ 2-3 കറിവേപ്പില, ഒരു പച്ചമുളക്, കുറച്ച് ഉള്ളി, 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ ചുവന്ന മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് വെള്ളം, 1 ഗ്ലാസ് വെള്ളം. അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. നന്നായിട്ട് തിളച്ച് വെള്ളം വറ്റി കുറുകി വെന്ത് വരുന്നിടം വരെ നമുക്കത് വേവിക്കാം. മീഡിയം ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് എടുക്കും. ആ സമയം കൊണ്ട് നമുക്ക് അരപ്പ് റെഡിയാക്കാം. തേങ്ങയ്ക്കകത്തോട്ട് ഉള്ളിയും പച്ചമുളകും ജീരകവും കടുകും 2-3 കറിവേപ്പിലയും കൂടെ ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് നടിച്ചെടുക്കാം. നന്നായിട്ട് അരയണം കേട്ടോ. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഏത്തയ്ക്കയാണല്ലോ, പഴുത്ത ഏത്തയ്ക്ക, അതുകൊണ്ട് പെട്ടെന്ന് വേഗം. നന്നായിട്ട് ഏത്തയ്ക്ക വെന്ത് വെള്ളമൊക്കെ കുറുകിയിട്ടുണ്ട്. നമുക്ക് ഒട്ടും തന്നെ വെള്ളം വേണ്ട കേട്ടോ. പച്ചടി ഒഴിച്ചുകറിയല്ലല്ലോ, തൊടുകറിയല്ലേ. അപ്പം നമുക്ക് വെള്ളം തീരെ കുറഞ്ഞു വേണം ഇരിക്കാനായിട്ട്. ചെറുതായിട്ട് നമുക്ക് ഏത്തയ്ക്കയൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കാം. അതിലേക്ക് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് 1 മിനിറ്റ് ഒന്ന് നന്നായിട്ട് ചൂടാക്കണം. ആ തേങ്ങയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് കുറച്ച് തൈരാണ്. കുറച്ച് തൈര് എടുത്ത് അത് മിക്സിക്കകത്തൊന്ന് അടിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കാം. എന്നിട്ട് നന്നായിട്ട് ചൂടാകുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരുപാട് തിളച്ചു പോവല്. ഈ സമയത്ത് ഉപ്പുണ്ടോ എന്ന് നോക്കി, ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് കടുക് വറുത്ത് കൊടുക്കണം. കടുക് വറുക്കാനായിട്ട് ഒരു പാനിനകത്ത് 2 ടീസ്പൂൺ എണ്ണ എടുക്കുക. കടുകിട്ട് പൊട്ടുമ്പോൾ അതിലേക്ക് ചുവന്നുള്ളിയും ചുവന്ന മുളകും കറിവേപ്പിലയിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആകുമ്പോൾ നമ്മുടെ പച്ചടിയിലേക്ക് ചേർത്ത് കൊടുക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പച്ചടിയാണ് ഉണ്ടാകുന്നത് കേട്ടോ. ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കിയാണ് ഇത്. ഇന്ന് വിഷു സ്പെഷ്യലായിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. വീട്ടിലെല്ലാവർക്കും ഇഷ്ടപ്പെടും, പ്രത്യേകിച്ച് പിള്ളേർക്ക്. നല്ല മധുരമാണല്ലോ. അഥവാ മധുരമില്ലാത്ത പഴമാണെങ്കിൽ ഉണ്ടെങ്കിൽ ഒരു ശകലം പഞ്ചസാര ഈ സമയത്ത് ഇട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. നല്ല മധുരമുള്ള പഴമാണെങ്കിൽ പച്ചടിക്ക് നല്ല മധുരം ഉണ്ടായിരിക്കുന്നതാണ്. അപ്പം ഇന്നത്തെ ഈ ഏത്തയ്ക്കയുടെ മധുര പച്ചടി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റിൽ കൂടെയൊക്കെ അറിയിക്കണം. പിന്നെ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യുക വീഡിയോസ്. ഇന്ന് ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂട്ടത്തിൽ ആ ബെൽ ഐക്കണും കൂടെ പ്രസ് ചെയ്യണം. എന്നാലേ നമ്മളിടുന്ന വീഡിയോയുടെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. ഓൾറെഡി സബ്സ്ക്രൈബ് ചെയ്തവരോടും കൂടെ പറയുകയാണ്, ബെൽ ഐക്കൺ ഒന്ന് പ്രസ് ചെയ്യുക, എന്നെങ്കിൽ നോട്ടിഫിക്കേഷൻ കിട്ടും. നമ്മൾ ഒരുപാട് നല്ല വീഡിയോസ് റീസെൻ്റ്ലി ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും കയറി ഒന്ന് നോക്കണം, എന്നിട്ട് സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ് ടുഡേയ്സ് വീഡിയോ. ഉടൻ തന്നെ ഇതുപോലെയുള്ള ഒരു നല്ല വീഡിയോയുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. എല്ലാവരും സുഖമായും സന്തോഷമായും ഇരിക്കണം. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. വിത്ത് ലവ്, മെറിൻ ടീച്ചർ.